എല്ലാരും ഉണ്ട്. അങ്ങനെ ചെറുകട്ടിലേക്ക് പോവാം. അങ്ങനെ ഇതാ ബോർഡർ തുടങ്ങുക. ഇവിടുന്ന് അങ്ങോട്ട് നല്ല രസമാണ് റൈഡ്. ഫുൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതൊക്കെ കാണാം, ബേർഡ്സിനൊക്കെ കാണാം, പീക്കോക്ക്. മനസ്സിലിങ്ങനെ എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഈ റോഡ് നല്ല സുഖം, നല്ല സ്ട്രെയിറ്റ് ഫുള്ള് ഫോറസ്റ്റിനുള്ള കൂടെ പിന്നെ പീസായിട്ട്. ഗൈസ്, ഇതാ രാത്രി ഞാൻ ഓഫ് റോഡിലൊക്കെ പോവാണ്. ആരുമില്ല, വിജനമാണ്. ഇനി എന്തെങ്കിലും പിടിച്ചു കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് ഒരാളെ, ഒരു യൂട്യൂബറെ നഷ്ടപ്പെടും. വിജനതീരമേ നിന്നലിയും വേഗാന്ത. ശരിക്കും റോഡ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും അങ്ങനെ പോയി നോക്കുന്നുണ്ട്. ഏതാ കാട്ടിക്കൂടെയാണ്, വല്ല പുലി വരാന്നതിന്. പക്ഷെ എന്തായാലും എന്താ നല്ല രസമുണ്ട്. അത് ഫീലാ വേറെ തന്നെ. അവിടെ വേറെ ഏതോ വണ്ടി വരുന്നുണ്ടെന്നുണ്ട്, അപ്പോൾ നമ്മൾ സൈഡാക്കി കൊടുക്കേണ്ടത്. മലൊക്കെ കുഞ്ഞു പോണം, കണ്ണ് പോവാന്നാതേനി. ഫുള്ള് മര ചില്ലകളും. ആക്ച്വലി ഇത് നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകണം. ഒരു സ്കൂട്ടറുമ്പോൾ നല്ല പോക്കാ പോണേ. ആ പൊടിയൊക്കെ മുകളിലേക്കാ. എൻ്റെ കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. ഗൈസ്, അപ്പോൾ അടുത്ത മഡയിലേക്ക് പോകാൻ നിൽക്കാം. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വേറെ ഓഫ് റോഡ് പോകാനാണ്. ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് വർഗുകൾ ശേഖരിക്കാം. ഇതാണ് സ്കൂട്ടറിൻ്റെ ഉപകാരം. ബൈക്കിൻ്റെ ഉപകാരം. ഓ, എന്നാലും ഹിമാലയ പോണ റോട്ടിലെ സ്കൂട്ടർ പോകണ്ടല്ലോ.
രാത്രി ഓഫ് റോഡ് ചെയ്യുന്നത് സംഭവം വൈബുള്ള സംഭവമാണ്. വികാന്നാ മതി, വീണാ പോയി. പിന്നെ പൊക്ക ആൾക്കാരുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, ഒറ്റക്കല്ല. ഞാൻ വീണ്ടും കാട്ടിലേക്കാണ്. ഇതിനുള്ളിൽ നമ്മൾ ക്യാമ്പ് ഫയർ ഇടാനുള്ള ഒരു പ്ലാനിലാണ്. പക്ഷെ ഇവിടെ ആൾക്കാരൊക്കെ വരലില്ല തോന്നുന്നുണ്ട്.